അങ്ങനെ നമ്മൾ സേലത്തെ ട്രിപ്പൊക്കെ കഴിഞ്ഞെത്തി. ഒന്ന് ടൈം എടുത്തു ട്ടോ. ഒന്ന് ബാക്ക് ടു സ്കെഡ്യൂൾ ആവാൻ വേണ്ടിയിട്ട്. സോ, അതിൻ്റെ തത്രപ്പാടിലാണ് നമ്മൾ പുറത്തുനിന്നാണ് വാങ്ങിയത്. ദാ ഈ ഒരു പൊടിദോശ ഭയങ്കര വലുതായിരുന്നു. പൊടിദോശയല്ല വേറെ എന്താണ്ടോ ആയിരുന്നു ട്ടോ. പിന്നെ ഞാൻ വേറെ ചപ്പാത്തിയാണ് വാങ്ങിയത്. ഒന്നിനും കൊള്ളില്ലായിരുന്നു. പക്ഷേ വിശപ്പുണ്ട് കഴിച്ചേ പറ്റത്തുള്ളൂ. പക്ഷേ കഴിച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ ഒരു വിമ്മിഷ്ടം. ഫുഡ് പോയ്സൺ കഴിഞ്ഞിരിക്കുകയല്ലേ. ഇനി അതിൻ്റെ ഹാങ് ഓവർ ആണെന്നൊന്നും അറിയില്ല. വേറെ ഒന്നും കഴിക്കാനും തോന്നുന്നില്ലായിരുന്നു. അപ്പോൾ ഉച്ചക്കൊന്നും കഴിച്ചില്ല കേട്ടോ. അപ്പോൾ നേരെ ഓഫീസിൽ പോയി അപ്പോഴാണ് നമുക്ക് വിശക്കുന്നത്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു നമുക്ക് നേരെ ഒരു കഫേ പോയിട്ട് എനിക്കാണെങ്കിൽ സാൽമൺ കഴിക്കാൻ ഇങ്ങനെ മുട്ടിയിരിക്കുകയാണ്. എനിക്ക് ഭയങ്കര അതിന് ക്രേവിങ് വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങളോട് പറഞ്ഞു നമുക്ക് ഓഫീസിൽ പോയിട്ട് ഒരു ബ്രേക്ക് എടുത്തിട്ട് നമുക്ക് ഫുഡ് കഴിക്കാൻ പോകാം എന്നിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവക്ക് കുറച്ച് എക്സ്ട്രാ വർക്ക് ഉണ്ടായിരുന്നു. സോ, ഞാൻ നേരത്തെ പോയി കഫേയിൽ ഇരുന്നിട്ട് ഓർഡർ ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ഇവള് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് കഫേ. ഇവിടുന്ന് അവൾ പെട്ടെന്ന് എത്താമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫുഡ് ആവുന്നതിന് ഒരു 10-15 മിനിറ്റ് മുന്നേ ഒന്ന് ഇൻഫോം ചെയ്യണം ഒരാളോട് വരാണ്ട് പറഞ്ഞിട്ട്. അപ്പോൾ ഞാനൊരു കോഫി വാങ്ങിയത് പൊട്ട കോഫിയാണ് കേട്ടോ. എൻ്റെ സെലക്ഷൻ കൂടുതലായിട്ടാണ്. ഞാനൊരു ബുക്കൊക്കെ വായിച്ചിങ്ങനെ ഇരിക്കുകയായിരുന്നു. ഫോണിലാണെങ്കിൽ ചാർജ് ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും ചാർജറും കാര്യങ്ങളൊക്കെ എടുക്കലുണ്ട്. അപ്പോൾ ഞാനിവിടെ ഇവിടെ കൗണ്ടറിൽ കൊടുത്തു. കൗണ്ടറിൽ കൊടുത്തപ്പോഴാണ് ആ പയ്യൻ കുറച്ച് നേരമായിട്ട് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ഞാനിത് കൊടുത്തപ്പോൾ എൻ്റെ കൈ അങ്ങോട്ട് മൊത്തത്തിൽ നമ്മൾ കൊടുക്കുമ്പോൾ ഈ ഒരു തൊട്ട് തലോടിയാണ് എടുത്തത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് തോന്നിയതാണോ, എനിക്ക് കുറച്ച് പോസിറ്റീവായിട്ട് എടുക്കൽ കൂടുതലാണ്. എനിക്ക് തോന്നിയതാണോ ഇനിയിപ്പോൾ അങ്ങനെയല്ലേ, ഇപ്പോൾ ഞാൻ ചിന്തിക്കുന്നതിൻ്റെ കുഴപ്പമാണോ അങ്ങനെ വിചാരിച്ചു. പക്ഷേ എവിടെയോ ഒരു അൺകംഫർട്ടബിൾ ഫീൽ എനിക്കുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ നോക്കുന്നുണ്ടായിരുന്നു, ഈ പയ്യൻ നല്ലോണം നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ നൂറ വന്നപ്പോൾ അവളോടും പറഞ്ഞപ്പോൾ അവൾ ചോദിക്കണോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ചോദിക്കണമെന്നുണ്ട് പറഞ്ഞു. അപ്പോൾ അവൾ നോക്കുമ്പോൾ ആ പയ്യൻ നല്ല വശപ്പശ കണ്ടു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ചോദിച്ചതിന് ശേഷം എന്താ ഉണ്ടായെന്ന് നിങ്ങൾക്ക് അറിയണോ വേണ്ടിയോ പറയട്ടോ. ഒരു വീഡിയോ അതിന് വേണ്ടി ചെയ്യുക. അപ്പോൾ നിങ്ങൾ പറയാം.